മുമ്പിൽ ദൈവമാണ് അവരെ എത്തിച്ചത്, ശരിയല്ലേ? ചെങ്കടന് മുമ്പിൽ ദൈവമാണ് അവരെ എത്തിച്ചത്. പക്ഷേ ദൈവം അവിടെ എത്തിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞില്ല. പറഞ്ഞോ? ദൈവം പറഞ്ഞില്ല. ദൈവം പറയാതിരിക്കുമ്പോൾ അവിടെ ജനം അലറി വിളിക്കുകയാണ്, ജനം പിറുപിറുക്കുകയാണ്, ജനം വല്ലാത്തൊരവസ്ഥയിലായി. മോശ ദൈവത്തോട് ചോദിക്കുകയാണ്. ആമേൻ. ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം തിരിച്ച് മോശയോട് സ്നേഹത്തിൽ മോനെ വടിയെടുത്ത് നീട്ട് എന്നാണോ പറഞ്ഞേ? അല്ല. ദൈവം പറഞ്ഞൊരു കാര്യം, നീ എന്തിനാ എന്നോട് കിടന്ന് വിളിക്കുന്നേ? നിന്റെ കയ്യിലിരിക്കുന്നത് അധികാരത്തിന്റെ വടിയല്ലേ, അത് നീ ഉപയോഗിക്ക്. ആമേൻ. അതെടുത്ത് നീട്ടി ചെങ്കടനെ വിഭാഗിക്കുക. ഹല്ലേലൂയ. നോക്കിക്കേ, എന്താ ദൈവം അവിടെ ചെങ്കടന്റെ മുമ്പിൽ എത്തിച്ചിട്ട് ആമേൻ ദൈവം അവിടെ പ്രത്യേകിച്ച് നീ ഇങ്ങനെ ചെയ്യെന്ന് പറഞ്ഞു വിടാത്തതിന്റെ കാരണം ആ പ്രതികൂലത്തെ മുറിക്കാനുള്ള വടി അവന്റെ കയ്യിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. അതവൻ തിരിച്ചറിയുന്നുണ്ടോ എന്ന് ദൈവം പരിശോധിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവം എല്ലാത്തിനും നമ്മളോട് അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, ആ രീതിയിൽ പോ, ഈ രീതിയിൽ പോ, അങ്ങനെ പ്രാർത്ഥിക്ക്, ഉപവസിച്ച് പ്രാർത്ഥിക്ക്, ഇങ്ങനെ പ്രാർത്ഥിക്ക്, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവം പറയുകയില്ല. എല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെയല്ല. നമ്മുടെ ആത്മീക ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴത്തിൽ നമ്മൾ ചിലത് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കരം അതിനകത്ത് വെളിപ്പെടാനിടയായി തീരും. ഹല്ലേലൂയ.